ഗിരിപ്രഭാഷണം ഒരു പഠനം. മത്തായി 7:13-14 വാക്യങ്ങൾ. തിരഞ്ഞെടുപ്പാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സ്വതന്ത്ര ജീവിയായാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദാം ഹവ്വമാരുടെ പാർപ്പിടമായ ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയാം ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. ദൈവത്തോടുള്ള അവരുടെ അനുസരണം പരിശോധിക്കുക എന്നുള്ളതായിരുന്നു നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഉദ്ദേശം. ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. ജീവനോ മരണമോ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർക്ക് നൽകി. സർവ്വ മനുഷ്യരുടെയും മുമ്പിൽ ഇപ്രകാരമുള്ള തിരഞ്ഞെടുപ്പുകളുടെ അവസരങ്ങൾ കടന്നു വരാറുണ്ട്. ആ തിരഞ്ഞെടുപ്പുകളാണ് അവരുടെ ജീവിതയാത്രയെ നിയന്ത്രിക്കുന്നത്. തനിക്കൊരു പ്രത്യേക ജനമായിരിക്കാൻ അബ്രഹാമിയ സന്തതികളെ യഹോവയാം ദൈവം വേർതിരിച്ചു. മിസ്രൈം അടിമത്തത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് നടത്തി. യാത്രാമധ്യേ അവർക്ക് ന്യായപ്രമാണവും ചട്ടങ്ങളും കൽപ്പനകളും മോശ മുഖാന്തരം നൽകി. യഹോവയെ സേവിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും യഹോവയെ ത്യജിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ വരാവുന്ന ശാപങ്ങളും മോശ അവരെ അറിയിച്ചു. മോശ അവരോട്, ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു എന്ന് പറഞ്ഞു. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകി. മോശയുടെ കാലശേഷം യോശുവ അവരെ നടത്തി. യോശുവ അവരോട്, നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ യഹോവയെ സേവിപ്പിൻ എന്ന് കൽപ്പിച്ചു. യഹോവയെ സേവിക്കുന്നത് നന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമൂന്യ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. തിരഞ്ഞെടുപ്പാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകി. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് തൻ്റെ തിരഞ്ഞെടുപ്പ് ഇസ്രായേൽ ജനത്തെ അറിയിച്ചു. കാലക്രമേണ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും വിട്ട് പിന്മാറി അന്യദൈവങ്ങളെ സേവിപ്പാൻ തുടങ്ങി. പ്രവാചകന്മാർ മുഖാന്തരം വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകി. ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ച അവർ ദൈവകോപത്തിനിരയായി വിദേശത്തും സ്വദേശത്തും ജാതീയ രാജാക്കന്മാർക്ക് അടിമകളായി പാർത്തു. ഇസ്രയേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു, സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞുവെന്ന് യിരെമ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ജനത്തെ സ്നേഹിച്ച അവരുടെ പിതാക്കന്മാരുടെ ദൈവം കാലസമ്പൂർണതയിൽ തന്നിൽ നിന്നും അകന്നുപോയ ജനത്തെ തന്നിലേക്ക് അടുപ്പിപ്പാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇസ്രായേൽ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്ന ലോകരക്ഷകൻ കന്യകാപുത്രനായി ബേത്ലഹേമിൽ ജനിച്ചു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് യേശുക്രിസ്തു ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ പ്രസംഗിച്ചു. യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ പ്രമാണമെന്ന് വേദപണ്ഡിതന്മാർ വേർവിളിക്കുന്ന ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ സർവ്വമാനകുലത്തെയും ഒരു തിരഞ്ഞെടുപ്പിനായി ആഹ്വാനം ചെയ്യുന്നു. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു. സർവ്വ മനുഷ്യരും ഈ ഭൂമിയിൽ ഒരു യാത്രക്കാരൻ മാത്രമാണ്. അവരുടെ യാത്രയ്ക്കായി ഈ ഭൂമിയിൽ 2 വാതിലുകളും 2 വഴികളുമുണ്ട്. ഇതിലൊന്ന് സർവ്വ മനുഷ്യരും തിരഞ്ഞെടുത്തേ മതിയാവൂ. ഈ 2 വഴികൾ 2 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ചെന്നെത്തുന്നത്. ഒന്ന് നിത്യജീവങ്കലും മറ്റേത് നിത്യനാശത്തെങ്കിലും. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നുവെന്ന് മോശ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യർ ആത്മജീവിയാണ്. ആത്മാവ്, ദേഹി, ദേഹം എന്നീ ത്രിവിധ ഘടകങ്ങളാലാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മരണാനന്തരം അവൻ്റെ ദേഹം അവനെ എടുത്തിരിക്കുന്ന മണ്ണിൽ ലയിച്ചു ചേരുന്നു. അവൻ്റെ ആത്മാവും ദേഹിയും ഉൾക്കൊള്ളുന്ന സ്ഥൂല ശരീരം നിത്യജീവനിലോ നിത്യദണ്ഡനത്തിലോ ചെന്നു ചേരുന്നു. സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ അസ്തിത്വം ഈ പ്രപഞ്ചത്തിൽ എന്നുവരെയുണ്ടോ അന്നുവരെയുള്ളതാണ് നിത്യജീവനും നിത്യദണ്ഡനവും. ഇന്നു നാം എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ യാത്രയെ നിയന്ത്രിക്കുന്നതും നമ്മെ നിത്യജീവങ്കലോ നിത്യദണ്ഡനത്തിലോ കൊണ്ടെത്തിക്കുന്നതും. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകരുമാകുന്നു. ഇടുക്കുവാതിലൂടെ അകത്തു കടപ്പിൻ എന്ന ആഹ്വാനമാണ് ആദ്യമേ നൽകുന്നത്. എന്നാൽ നാശത്തിലേക്ക് പോകുന്ന വീതിയുള്ള വാതിലിനെക്കുറിച്ചും വിശാലമായ വഴിയെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പാണ് തുടർന്നു നൽകുന്നത്. അപകട മുന്നറിയിപ്പുകളാണ് യാത്രയെ നിയന്ത്രിക്കുന്നതും സുഗമമാക്കുന്നതും.
മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് എപ്പോഴും അപകടകരമാണ്. ഈ ഭൂമിയിൽ ആദ്യ ജാതനായി പിറന്ന കായിനാൽ സ്ഥാപിതമായ സ്വയനീതിയുടേതാണ് വീതിയുള്ള ഈ വാതിൽ. കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വപ്രയത്നത്താൽ ദൈവപ്രസാദം നേടാമെന്ന് കരുതുന്നവർ വീതിയുള്ള ഈ വാതിൽ കൂടി പ്രവേശിക്കുന്നു. അതിൽ കൂടി പ്രവേശിക്കുന്നവർ അവൻ്റെ തലമുറകളാൽ സ്ഥാപിതമായ എണ്ണിയാൽ തീരാത്ത ലോക മതവ്യവസ്ഥകളെയും അവരുടെ ധാർമ്മികതകളെയും ഉൾക്കൊള്ളുന്ന വിശാലമായ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നു. ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറപിരണ്ട തുണി പോലെ ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നുവെന്ന് ദൈവവചനം പറയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ എത്രയെ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ പ്രവർത്തിക്കുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നാശത്തിലേക്ക് പോകുന്ന മനുഷ്യൻ്റെ ഈ ദീനരോധനം ഇന്നും ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രയും. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനുമെന്ന് കർത്താവ് പറഞ്ഞതായി ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാതിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി ഒരുക്കിയിരിക്കുന്ന കൃപയുടെ വാതിലാണ്. യേശു പറഞ്ഞു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത് എന്നും മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു, ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് സകല മനുഷ്യർക്കും രക്ഷകനും വഴികാട്ടിയുമായി ഒരുവനെ ആവശ്യമായി വരുന്നു. ഞാൻ പാപിയും നിസ്സഹായനും ആകുന്നു എന്ന ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ സഹായത്തിനായി കടന്നു വരുന്ന ഏതൊരുവനെയും ദൈവം നീതീകരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസത്യം ചെയ്യരുത്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നിങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ നിറവേറ്റുവാൻ പരാജയപ്പെട്ട മനുഷ്യനെ സഹോദരനോട് കോപിക്കാതിരിപ്പാനും അവനെ മൂഢ എന്ന് വിളിക്കാതിരിപ്പാനും സ്ത്രീയെ മോഹിക്കാതിരിപ്പാനും അശേഷം സത്യം ചെയ്യാതിരിപ്പാനും വലത്തെ ചെകിട്ടത്തടിക്കുന്നവനെ മറ്റേതും തിരിച്ചു കാണിക്കാനും ശത്രുക്കളെ സ്നേഹിപ്പാനും തങ്ങളെ ഉപദ്രവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിപ്പാനും കർത്താവിൻ്റെ കൃപയുടെ പ്രമാണം ഓരോ ദൈവപൈതലിനെയും പ്രാപ്തനാക്കുന്നു. ന്യായപ്രമാണത്തിന് നിവർത്തിപ്പാൻ കഴിയാതിരുന്നതിനെ നിവർത്തിപ്പിപ്പാൻ സത്യത്തിൻ്റെ ആത്മാവ് ദൈവപൈതലിനെ സഹായിക്കുന്നു. പുറമേ നിന്ന് കാണുമ്പോൾ മാന്യരും നല്ല പെരുമാറ്റമുള്ളവരുമായി ഒരുവനെ കണ്ടെന്നു വരാം. എന്നാൽ സ്വയനീതിയിൽ ജീവിക്കുന്ന ഒരുവന്റെ ആത്മാവ് ദേഹിയുടെയും ദേഹത്തിൻ്റെയും അധീനതയിലായിരിക്കും. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ എന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരുവൻ ആത്മാദിവാസമുള്ളവനും അവൻ്റെ ആത്മാവും ദേഹിയും ഒന്നു ചേർന്ന് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയെ വാഞ്ചിക്കുന്നവനായി ഞെരുക്കമുള്ള വഴിയിൽ കൂടി ജീവനിലേക്ക് യാത്ര ചെയ്യുന്നു.